ഇൻ ഹരിഹർ നഗർ ടു ഹരിഹർ നഗർ. മലയാള സിനിമയിലെ വമ്പൻ വിജയചിത്രം ഇൻ ഹരിഹർ നഗറിന്റെ ഹാങ് ഓവർ 18 വർഷങ്ങൾക്ക് ഇപ്പുറവും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഈ പ്രതീക്ഷകളും ആദ്യ സ്വതന്ത്ര സംവിധാന സംരംഭവും ലാലിന് നൽകുന്ന ഭാരം ചെറുതല്ല. തിയേറ്ററുകളിൽ ചിരിയുടെ തിരമാലകൾ തീർത്ത് ഇന്നും യൗവനത്തോടെ നിലനിൽക്കുന്ന നാലുവർ സംഘം വീണ്ടും ലാലിന്റെ ടു ഹരിഹർ നഗറിൽ എത്തുന്നു. 1990-ൽ വൻ വിജയം നേടിയ ചിത്രമാണ് സിദ്ദിഖ് ലാലന്മാരുടെ ഇൻ ഹരിഹർ നഗർ. ഗോവിന്ദൻകുട്ടിയും തോമസ് ഊട്ടിയും അപ്പുകുട്ടനും മഹാദേവനും ഹരിഹർ നഗറിൽ ജീവിച്ചിരുന്നതിന്റെ അടയാളങ്ങൾ ഇന്നും മലയാള സിനിമയിലും പ്രേക്ഷകരുടെ മനസ്സിലും സജീവതയോടെ നിലനിൽക്കുന്നു. ഹരിഹർ നഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരിച്ചു തുടങ്ങുന്ന പ്രേക്ഷകർക്കായി സിദ്ദിഖ് ലാലന്മാരിലെ ലാലാണ് ടു ഹരിഹർ നഗർ എന്ന രണ്ടാം ഭാഗം ഒരുക്കുന്നത്. ലാൽ തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ആദ്യ ചിത്രമാണ് ഇത്. ഈ ചിത്രത്തെ സംബന്ധിച്ചോളം മിക്കവാറും എല്ലാവരെയും മനസ്സിൽ ടിവിയിലൂടെയും മറ്റും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് ആ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുകുട്ടനും തോമസ് ഊട്ടിയൊക്കെ. ഒരു വലിയ ഉത്തരവാദിത്വമാണ്, ഒരു വെല്ലുവിളിയാണ് എന്നെ സംബന്ധിച്ചോളം ഈ ചിത്രം. മുകേഷിനും ജഗദീഷിനും സിദ്ദിഖിനും അശോകനും ഒരുപോലെ താര ഇമേജ് നേടിക്കൊടുത്ത ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ. രണ്ടാം ഭാഗത്തിലും പ്രധാന അഭിനേതാക്കളായി എത്തുന്നത് ഇവർ തന്നെയാണ്. ഹരിഹർ നഗറിലെ കഥയുടെ തുടർച്ചയാവില്ല ടു ഹരിഹർ നഗർ. പക്ഷേ ഹരിഹർ നഗറിൽ കണ്ട അതേ അന്തരീക്ഷത്തിൽ കഥാപാത്രങ്ങൾക്കോ അഭിനേതാക്കൾക്കോ മാറ്റമില്ലാതെ കഥ തുടരും. ലക്ഷ്മി റായ് നായികയാകുന്ന ചിത്രത്തിൽ അലക്സ് പോളിന്റേതാണ് സംഗീത സംവിധാനം. കാലത്തിന്റേതായ മാറ്റം സംഗീതത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള്. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. ഏകാന്ത ചന്ദ്രികയുടെ പിറകെ സിമ്പിൾ ഡ്രസ്സുമായി അലയുന്ന പൂവാലന്മാരെ ആവില്ല ടു ഹരിഹർ നഗറിൽ ഇനി കാണാൻ കഴിയുക. 15 വർഷത്തെ മാറ്റങ്ങൾ ഈ ചിത്രത്തിലുമുണ്ടാകും. വിവാഹം കഴിഞ്ഞ് പലയിടങ്ങളിൽ താമസമാക്കിയ മഹാദേവനും ഗോവിന്ദൻകുട്ടിയും അപ്പുകുട്ടനും തോമസ് ഊട്ടിയുടെ വിവാഹത്തിനായി വീണ്ടും ഹരിഹർ നഗറിൽ എത്തുന്നതോടെ രണ്ടാം ഭാഗത്തിന്റെ തുടക്കം കുറിക്കുകയായി. ചിരിക്കു പിന്നിൽ ചിന്തയൊളിപ്പിച്ച് മലയാള സിനിമ വീണ്ടും ഹരിഹർ